വ്യവസായ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കൈത്തൊഴിലുകാർക്ക് വേണ്ടിയുള്ള മൾട്ടി ട്രേഡ് ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് 4 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലും തൊഴിലാളി ക്ഷേമവും ലേബർ കമ്മീഷണറേറ്റിന് 100 കോടി രൂപ വകയിരുത്തുന്നു. അതിൽ അസംഘടിത തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് 13 കോടി രൂപ വകയിരുത്തുന്നു. 5 കോടി രൂപ ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക ധനസഹായമായി വകയിരുത്തുന്നു. പരമ്പരാഗത തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീമിന് 72 കോടി രൂപയുണ്ട്. അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്കിൽ പരിശീലനത്തിനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടപ്പാക്കുന്നത്. വിധവകൾ, അവിവാഹിതരായ അമ്മമാർ, മാറാരോഗികളുടെ ഭാര്യമാർ എന്നിവർക്കുള്ള സ്വയം തൊഴിൽ പരിപാടിക്ക് 18 കോടി രൂപയും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്വയം തൊഴിൽ പുനരധിവാസത്തിന് 6 കോടി രൂപയും വകയിരുത്തുന്നു. ഈ വർഷം പ്രായമായവർക്കുള്ള സ്വയം തൊഴിലിനുള്ള പ്രത്യേക സ്കീം ആരംഭിക്കുന്നതാണ്. വ്യവസായ പരിശീലനത്തിന് 98 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഭാഗം 4, ദാരിദ്ര്യം തുടച്ചു നീക്കാൻ. സർ, തൊഴിലവസരങ്ങളുടെ വർധന ദാരിദ്ര്യത്തെ ലഘൂകരിക്കും. രാജ്യത്തെ ഏറ്റവും വേഗതയിൽ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഇനി നമുക്ക് ദാരിദ്ര്യം സമ്പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാം. 2011 റിസർവ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ദാരിദ്ര്യരേഖയുള്ളവർ 11.3% വരും. അന്ന് അതിനേക്കാൾ കുറഞ്ഞ തോതുണ്ടായിരുന്നത് ബോംബെ മാത്രമാണ്. അഖിലേന്ത്യാ ശരാശരി അന്ന് 22%. ഇതിനുശേഷമുള്ള ഔദ്യോഗിക കണക്കുകൾ ലഭ്യമെങ്കിലും ഈ ദശാബ്ദത്തിൽ കേരളത്തിൽ ദരിദ്രരുടെ തോത് 5-6% താഴുന്നതിനാണ് സാധ്യത. അതായത് 4-5 ലക്ഷം കുടുംബങ്ങൾ. അവരെ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് അവർ ഉയർത്താൻ കൃത്യമായ കുടുംബാധിഷ്ഠിത മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കണം. പരമദരിദ്രരായ 4-5 ലക്ഷം കുടുംബങ്ങളെ കൃത്യമായി കണ്ടെത്തി പട്ടികപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത്. സംസ്ഥാനാടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കാം. നിലവിലുള്ള ആശ്രയ ഗുണഭോക്താക്കളെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും നോമിനേറ്റ് ചെയ്യുന്ന പുതിയ കുടുംബങ്ങളെയും ക്ലേശഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ സർവേ നടത്തിയും മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ ആശ്രയ പദ്ധതിയിൽ 1.5 ലക്ഷം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായുള്ളത്. ഇവരിൽ അർഹതയുള്ളവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3-4 ലക്ഷം കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി ഉൾക്കൊള്ളിക്കാനാണ് ശ്രമിക്കുന്നത്. ഏറ്റവും ദരിദ്ര കുടുംബങ്ങളെ പ്രത്യേകം എടുത്ത് ഓരോന്നിൻ്റെയും പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും പഠിച്ച് അവ പരിഹരിക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങളും അവയ്ക്ക് വേണ്ടി വരുന്ന ചെലവും രേഖയാക്കുന്നതാണ് മൈക്രോ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ആശ്രയ പദ്ധതി ഈ ഒരു സമീപനത്തോടെയാണ് ആവിഷ്കരിക്കപ്പെട്ടത്. പക്ഷെ വീട് പോലുള്ള ആനുകൂല്യങ്ങളെ ഊന്നിയുള്ള പരിപാടിയായി ചുരുങ്ങി. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും അപാകതകളുണ്ട്. ആലപ്പുഴയിൽ PK കാളം പദ്ധതി പ്രകാരം ഉള്ളാടർ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയ രീതിയാണ് ഈ സ്കീമിൽ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉള്ളാടർ സമുദായത്തിലെ 165 കുടുംബങ്ങളിൽ 76% പരമദരിദ്രരാണെന്ന് കണ്ടെത്തി. അതിൽ 15-20% കുടുംബങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങളായ റേഷൻ, തൊഴിൽ, ഹെൽത്ത് കാർഡുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഇവരുടെ വീടും കക്കൂസും അടക്കമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ഉറപ്പുവരുത്തി. 56 സ്ത്രീകൾക്ക് കയർ ഫാക്ടറിയിൽ തൊഴിൽ നൽകി. ഫാക്ടറി പണി അവരിൽ വലിയ പരിവർത്തനം വരുത്തി. വീടുകളിൽ വിദ്യാഭ്യാസ, ആരോഗ്യ, ശുചിത്വത്തിൻ്റെ മാറ്റത്തിൻ്റെ ഏജൻസിയായി ഈ സ്ത്രീകൾ മാറി. ഇപ്പോൾ അവസാനം പുരുഷന്മാർക്ക് മരംവെട്ട് സഹകരണ സംഘവും ആധുനിക ഉപകരണങ്ങൾ ഉറപ്പായി. ചുരുക്കം ചില കുടുംബങ്ങളെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവരെ സ്ഥായിയായി പരമദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ രൂപീകരിക്കുന്ന റിസോഴ്സ് പേഴ്സൺ ടീമുകൾക്ക് പരിശീലനം നൽകും. നിലവിലുള്ള സ്കീമുകളെ പരമാവധി പ്ലാനിൽ സംയോജിപ്പിക്കും. ഉദാഹരണത്തിന് പരമദരിദ്രരുടെ മുഖ്യ പ്രശ്നം പാർപ്പിടമാണ്. ഭൂമി ഉണ്ടാകണമെന്നില്ല. നിശ്ചയമാവും അവർ ലൈഫ് മിഷൻ ലിസ്റ്റിൽ വന്നിരിക്കും. ഇല്ലെങ്കിൽ ബദൽ മാർഗം കണ്ടെത്തും. ഇതുപോലെ വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിലാദി കാര്യങ്ങളിലെല്ലാം നിലവിലുള്ള സ്കീമുകളെ ഉപയോഗപ്പെടുത്തിയാണ് പ്ലാൻ ഉണ്ടാക്കുക. പ്രത്യേക നിർദ്ദേശങ്ങൾക്കും രൂപം നൽകാം. ജോലി ചെയ്യുന്നതിനും വരുമാനം ആർജിക്കുന്ന നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾക്ക് ഇൻകം ട്രാൻസ്ഫറായി മാസം തോറും സഹായം നൽകുന്നതിന് അനുവാദമുണ്ടാകും. അധിക ചെലവിൻ്റെ പകുതി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഹിക്കണം. ഇങ്ങനെ വരുന്നതിൻ്റെ
ബാക്കി കുടുംബശ്രീ വഴി സർക്കാർ ലഭ്യമാക്കും. മൈക്രോ പ്ലാനുകൾ പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതികൾ പരിശോധിച്ച് അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ കുടുംബശ്രീ വഴി നടപ്പാക്കും. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം ഉറപ്പുവരുത്തും. 5 വർഷം കൊണ്ട് ഇവരെ സ്ഥായിയായ രൂപത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റും. സർ, അങ്ങനെ 4-5 ലക്ഷം കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം ശരാശരി 5 വർഷം കൊണ്ട് 6000-7000 കോടി രൂപയായിരിക്കും വിവിധ സ്കീമുകൾ വഴി ചെലവഴിക്കാം. സംസ്ഥാന പദ്ധതിയിൽ 40 കോടി രൂപ ആശ്രയ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. ആശ്രയക്ക് അധികമായി 100 കോടി രൂപ കൂടി അനുവദിക്കുന്നു. വിശപ്പ് രഹിത കേരളം. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച വിശപ്പ് രഹിത കേരളം പദ്ധതി പ്രാവർത്തികമായി. 1000-ലേറെ ന്യായവില ഹോട്ടൽ കുടുംബശ്രീ ആരംഭിച്ചു. ഹോട്ടലുകൾക്ക് ആവശ്യമായ അരിയും പലവ്യഞ്ജനങ്ങളും സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാം. പാലിയേറ്റീവ് സംഘടനകളും മറ്റ് സന്നദ്ധ സംഘടനകളും ഇത്തരത്തിൽ വിശപ്പ് രഹിത കേരളം പദ്ധതിയിൽ പങ്കാളികളായാൽ ഈ ആനുകൂല്യം അവർക്കും ലഭ്യമാകും. കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സഹായം നൽകുന്നുണ്ട്. മൈക്രോ പ്ലാനുകൾ അത്യാവശ്യമെന്ന് കണ്ടെത്തുന്നവർക്ക് വീടുകളിൽ സൗജന്യ ഭക്ഷണം ഇത്തരം ഹോട്ടലുകളിൽ നിന്ന് ലഭ്യമാകുകയും ചെയ്യും. പട്ടികജാതി പട്ടികവർഗം. പരമദരിദ്രരിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗക്കാരായിരിക്കും. ഈ പശ്ചാത്തലത്തിൽ ഇവർക്കായുള്ള പ്രത്യേക വികസന പദ്ധതികൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരിൽ നിന്നും വ്യത്യസ്തമായി പട്ടിക വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതത്തേക്കാൾ കൂടുതൽ ഉയർന്ന നിരക്കിൽ ഉപപദ്ധതികളിൽ പണം നീക്കിവെക്കുന്നുണ്ട്. പട്ടികജാതി ഉപപദ്ധതിയുടെ അടങ്കൽ 2709 കോടി രൂപയും പട്ടികവർഗ ഉപപദ്ധതിയുടെ അടങ്കൽ 781 കോടി രൂപയുമാണ്. ഇത് യഥാക്രമം പദ്ധതി അടങ്കലിൻ്റെ 9.81%, 2.83%. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് 468 കോടി രൂപ കൂടി ലഭ്യമാകും. ഏറ്റവും മുന്തിയ പരിഗണന പാർപ്പിടത്തിനാണ്. ഭൂരഹിതർക്ക് ഭൂമി വാങ്ങാൻ, പണിതീരാത്ത വീടുകൾ പൂർത്തിയാക്കാൻ ലൈഫ് മിഷൻ വിഹിതം, പഠനമുറി എന്നിവയ്ക്ക് പട്ടികജാതി ഉപപദ്ധതിയിൽ 635 കോടി രൂപയും പട്ടികവർഗ ഉപപദ്ധതിയിൽ 247 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സർ, 2021-22 ലൈഫ് മിഷനിൽ നിന്ന് 40,000 പട്ടികജാതി കുടുംബങ്ങൾക്കും 12,000 പട്ടികവർഗ കുടുംബങ്ങൾക്കും വീട് നൽകുന്നതാണ്. ഇതിനായി 2080 കോടി രൂപ ചെലവ്. പാർപ്പിടം കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം. പട്ടികജാതി ഉപപദ്ധതിയിൽ 387 കോടി രൂപയും പട്ടികവർഗ ഉപപദ്ധതിയിൽ 121 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടിക വിഭാഗ യുവജനങ്ങൾക്ക് നൈപുണ്യ പോഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലേസ്മെൻറ്റ് നൽകുന്ന പദ്ധതിയിൽ ഇതുവരെ 1997 യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകി. ഇവയിൽ 201 പേർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിച്ചു. 2021-22 2500 പേർക്ക് തൊഴിൽ നൽകുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. മത്സ്യമേഖല താരതമ്യേന കൂടുതൽ ദരിദ്രമുള്ള മറ്റൊരു മേഖലയാണ് മത്സ്യത്തൊഴിലാളി രംഗം. ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് തീരദേശ വികസനത്തിന് വേണ്ടി 5000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത്. 5 വർഷം കൊണ്ടാണ് നടപ്പാക്കുക. സർ, 2021-22 1500 കോടി രൂപ മത്സ്യമേഖലയിൽ ചെലവഴിക്കുന്നതാണ്. വാർഷിക പദ്ധതിയിൽ 209 കോടി രൂപ തീരദേശ വികസനത്തിന് വകയിരുത്തുന്നു. ഇതിനു പുറമെ കിഫ്ബിയിൽ നിന്ന് ഫിഷിംഗ് ഹാർബറുകൾക്ക് 209 കോടി രൂപ, കടൽ ഭിത്തി 109 കോടി രൂപ, ആശുപത്രികളും സ്കൂളുകളും 165 കോടി രൂപ, 65 മാർക്കറ്റുകൾക്ക് 193 കോടി രൂപ എന്നിങ്ങനെ 676 കോടി രൂപ ചെലവഴിക്കും. സർ, ചേർത്തല, ചെല്ലാനം പോലുള്ള തീരപ്രദേശങ്ങളിൽ കടൽ ഭിത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട്. മുൻഗണനാ അടിസ്ഥാനത്തിൽ ഈ പ്രദേശങ്ങളെ തീരസംരക്ഷണത്തിന് കിഫ്ബിയിൽ നിന്ന് 100 കോടി രൂപ അനുവദിക്കുന്നു. തീരദേശ റോഡുകൾക്ക് വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 100 കോടി രൂപ വകയിരുത്തുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് തീരപ്രദേശത്ത് 13,018 വീടുകൾ നിർമ്മിച്ചു. 2021-22 ലൈഫ് മിഷനിൽ നിന്ന് 300 കോടി ചെലവിൽ 7500 വീടുകൾ നിർമ്മിക്കും. 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്ന 2500 കർഷക മത്സ്യത്തൊഴിലാളികളെ 250 കോടി രൂപ ചെലവഴിച്ച് പുനർഗേഹം പദ്ധതിയിൽ പുനരധിവസിപ്പിക്കും. എന്ന് വെച്ചാൽ 10,000 കുടുംബങ്ങൾക്ക് അടുത്ത വർഷം വീട് നൽകും. 140 ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ആധുനിക സംവിധാനങ്ങളോടെ
100 ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾക്ക് വായ്പ നൽകും. 25% സബ്സിഡി ഉണ്ടാവും. യൂണിറ്റ് 1-ന് 1.7 കോടി രൂപയാണ് ചെലവ്. 25 കോടി രൂപ വകയിരുത്തുന്നു. ഉൾനാടൻ മത്സ്യബന്ധനത്തിനും മത്സ്യകൃഷിക്കും വേണ്ടി 92 കോടി രൂപ വകയിരുത്തുന്നു. സർ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ ലിറ്ററിന് 25 രൂപ നിരക്കിൽ ലഭ്യമാകും. 60 കോടി രൂപ വകയിരുത്തുന്നു. 10 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കം ചെന്ന മണ്ണെണ്ണ എഞ്ചിനുകൾ മാറ്റി പെട്രോൾ എഞ്ചിനാക്കി മാറ്റുന്നതിന് മോട്ടോറൈസേഷൻ സബ്സിഡി നൽകും. ചെറുകിട ഇൻബോർഡ് യന്ത്രവൽകൃത വള്ളങ്ങൾക്കും ഇന്ധന സബ്സിഡി നൽകുന്നതാണ്. 10 കോടി രൂപ വകയിരുത്തുന്നു. 2018-19 പലിശ സബ്സിഡി ഇനത്തിൽ വരുന്നതിന് മുമ്പ് നൽകിയിട്ടുള്ളതും നിഷ്ക്രിയ ആസ്തികളായ വായ്പകളുടെ പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി ഒറ്റത്തവണ തീർപ്പ് പദ്ധതി ആവിഷ്കരിക്കും. 5 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. ഓൺലൈൻ വ്യാപാരത്തിന് ഈ വോട്ടോ വാങ്ങുന്നതിന് മത്സ്യഫെഡ് വായ്പ നൽകും. 25% സബ്സിഡി സർക്കാർ നൽകും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന തൊഴിലുപകരണം വാങ്ങാൻ മത്സ്യഫെഡ് വഴിയുള്ള വായ്പകൾക്ക് 25% സബ്സിഡി നൽകും. കക്ക സംഘങ്ങൾക്ക് 3 കോടി രൂപ അനുവദിക്കുന്നു. പ്രതിപാതീരം പദ്ധതിക്ക് 10 കോടി രൂപ അനുവദിക്കുന്നു. മറ്റു വിഭാഗങ്ങൾ പിന്നോക്ക സമുദായ ക്ഷേമത്തിനായി 101 കോടി രൂപ അനുവദിക്കുന്നതാണ്. ഇതിൽ മൺപാത്ര വികസന കോർപ്പറേഷൻ 1 കോടി രൂപ അനുവദിക്കുന്നു. ബാർബർ ഷോപ്പുകളുടെ നവീകരണത്തിന് 2 കോടി രൂപ വായ്പാ സബ്സിഡി സ്കീമിനായി അനുവദിക്കുന്നു. ന്യൂനപക്ഷ ക്ഷേമത്തിന് 42 കോടി രൂപയും മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാരുടെ ക്ഷേമത്തിനായി 31 കോടി രൂപയും വകയിരുത്തുന്നു. ഭിന്നശേഷിക്കാർ. പാവപ്പെട്ടവരുടെ വീട്ടിൽ ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അവർ പരമദരിദ്ര ഗണത്തിലേക്ക് വീഴുന്നുള്ള സാധ്യതകൾ ഏറെയാണ്. ഇങ്ങനെയുള്ള വീടുകൾക്കെല്ലാം ഭിന്നശേഷിക്കാരുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമുള്ള പ്രത്യേക ധനസഹായം നിലവിലുള്ള സ്കീമുകളിൽ തന്നെ കണ്ടെത്താൻ കഴിയും. ഭിന്നശേഷിക്കാരുടെ ചികിത്സയ്ക്കും പരിചരണത്തിനും 50 കോടി രൂപയും മാനസികാരോഗ്യ പരിപാടികൾക്ക് 64 കോടി രൂപയും വകയിരുത്തുന്നു. ഭിന്നശേഷിക്കാരുടെ ജീവചക്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പിന്തുണ നൽകാൻ ഉതകുന്ന നയപരിപാടികൾ കേരളത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. 250 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൂടി ബഡ് സ്കൂൾ ആരംഭിക്കും. ഇപ്പോൾ 342 സ്ഥലത്താണ് ബഡ് സ്കൂളുള്ളത്. സ്കൂളുകളുടെ മൈൽഡ് മോഡറേറ്റ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ കൗൺസിലേഴ്സ് നിയമിക്കുകയും കൂടുതൽ അധ്യാപകർക്ക് പരിശീലനം നൽകുകയും ചെയ്യും. സന്നദ്ധ സംഘടനകളും മറ്റും നടത്തുന്ന 290 സ്പെഷ്യൽ സ്കൂളുകളുടെ ധനസഹായം 60 കോടിയായി ഉയർത്തുന്നു. കൂടുതൽ സ്കൂളുകളെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. 18 വയസ്സ് കഴിഞ്ഞവരുടെ സംരക്ഷണത്തിനായി 10 കോടി രൂപ പ്രത്യേകം വകയിരുത്തുന്നു. തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിന് 1 കോടി രൂപ വകയിരുത്തുന്നു. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണ ബാരിയർ ഫ്രീ സംസ്ഥാനമായി കേരളത്തിൽ ഉയർത്തുന്നുള്ള സമയബദ്ധ പരിപാടി തയ്യാറാക്കും. സർക്കാർ ഫണ്ട് കൊണ്ട് പണിയുന്ന എല്ലാ പുതിയ കെട്ടിടങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഭിന്നശേഷി സൗഹൃദ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടി ഏറ്റെടുക്കുന്ന ദേശഭരണ സ്ഥാപനങ്ങളെ സർക്കാർ സ്ഥാപനങ്ങളും പൊതുയിടങ്ങളും ബാരിയർ ഫ്രീ ആക്കുന്നതിന് മുൻഗണന നൽകും. ബാരിയർ ഫ്രീ പദ്ധതിക്ക് വേണ്ടി 9 കോടി രൂപ വകയിരുത്തുന്നു. സാമൂഹ്യനീതി, വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശഭരണം എന്നീ വകുപ്പുകളിലായി 321 കോടി രൂപയാണ് ഭിന്നശേഷിക്കാർക്കായി നീക്കിവെക്കുന്നത്. ഇതിനു പുറമെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ 290 കോടി രൂപയെങ്കിലും നീക്കിവെക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ മൊത്തം 600 കോടിയിൽ പരം രൂപ ഈ മേഖലയിൽ ഏകോപിതമായും കനിവോടെയും ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തിൽ രൂപാന്തരപ്പെടുത്താൻ കഴിയും. വയോജനങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾക്കും മറ്റും സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് വയോജനങ്ങൾ. ഇവർക്ക് മരുന്ന് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതിനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ കാരുണ്യ അറ്റ് ഹോം പദ്ധതി നടപ്പാക്കും. കമ്പോള വിലയൊക്കെ താഴ്ന്ന നിരക്കിൽ കാരുണ്യ ഫാർമസികളിൽ നിന്ന് മരുന്ന് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയിൽ വയോജനങ്ങൾക്ക് 1% അധിക ഇളവും നൽകും. രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ്റെ അടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ വീട്ടിലെത്തിച്ച് നൽകുകയാണ് ചെയ്യുക. കോവിഡിനോടൊപ്പം ജീവിക്കുക എന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വയോജനങ്ങൾക്ക് കാരുണ്യ അറ്റ് ഹോം പദ്ധതി വലിയ കൈത്താങ്ങായി മാറും. കഴിഞ്ഞ ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ച സുപ്രധാനമായ തീരുമാനമായിരുന്നു എല്ലാ വാർഡുകളും വയോ ക്ലബ്ബ് എന്നുള്ളത്. എന്നാൽ കോവിഡ് കാലത്ത് ഇത്തരമൊരു കൂടിച്ചേരൽ കേന്ദ്രം റിവേഴ്സ് ക്വാറന്റൈൻ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. എന്നാൽ 2022 കോവിഡ് പിൻവാങ്ങുന്നതോടുകൂടി തദ്ദേശഭരണ സ്ഥാപനം ഇതിനുള്ള നടപടികൾ സ്വീകരിക്കും. പുതിയ കെട്ടിടങ്ങൾ പണിയേണ്ടതില്ല. വീടുകളെയും ഇതിനായി ഉപയോഗപ്പെടുത്താം. വയോജന അയൽക്കൂട്ടങ്ങൾ ഈ
കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 290 കോടി രൂപയെങ്കിലും വയോജനങ്ങൾക്കായി മാറ്റിവെക്കുന്നതിന് അവർ ബാധ്യസ്ഥരാണ്. 2021-22 5000 വയോ ക്ലബ്ബുകൾ ആരംഭിക്കുന്നതാണ്. വയോമിത്രം സായംപ്രഭ സ്കീമുകൾക്ക് 30 കോടി രൂപ അനുവദിക്കുന്നു. കേരള സർക്കാരിൻ്റെ കമ്പോള ഇടപെടൽ എത്രമേൽ ആശ്വാസമാണ് ഈ നാടിനുണ്ടാക്കിയതെന്ന് ദുരിതകാലം തെളിയിച്ചു. ഒരാളും പട്ടിണി കിടക്കരുതെന്ന് കരുതി ഭക്ഷ്യധാന്യ വിതരണം, റേഷൻ വിതരണവും നടത്തിയ ദുരിതകാലത്തെ ഏറ്റവും വലിയ കരുതലായി മാറി. ലോക്ക്ഡൗണിനും തുടർന്നുള്ള മഹാമാരിയുടെയും കാലത്ത് കേരളത്തിലെ എല്ലാ പ്രധാന ഉത്സവ കാലങ്ങളും കടന്നു വന്നു. പതിവ് പല്ലവിയാകാറുള്ള വിലക്കയറ്റം അരക്കോളം വാർത്തക്ക് പോലും വഴിവെച്ചില്ല. ഓണക്കാലത്ത് കേരളീയർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 5 ഇനം അരികളുടെ പ്രധാന പച്ചക്കറികളുടെ വില കുറഞ്ഞുവെന്നാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്രമേൽ ഫലപ്രദമായ ഇടപെടലാണ് കമ്പോളത്തിൽ കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിന് 40 കോടി രൂപയും സപ്ലൈകോ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നവീകരണം 25 കോടി രൂപയും വകയിരുത്തുന്നു. കോവിഡ് കാലത്ത് ഇതേവരെ 5.5 കോടി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. 1.83 ലക്ഷം മെട്രിക് ടൺ അധിക റേഷൻ വിതരണം ചെയ്തു. സാർവത്രിക പ്രശംസ നേടിയ ഫലപ്രദമായ ഒരു ഇടപെടലായിരുന്നത്. കോവിഡ് വ്യാപനം ശക്തിപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സർ, നീല വെള്ളക്കാർഡുകാരായിട്ടുള്ള 50 ലക്ഷം കുടുംബങ്ങൾക്ക് അധികമായി 10 കിലോ വീതം അരി 15 രൂപ വിലക്ക് ലഭ്യമാക്കണം. ഭക്ഷ്യ സബ്സിഡിക്ക് 1060 കോടി രൂപയാണ് അനുവദിക്കുന്നു. പിന്നെ നമുക്ക് ആവശ്യങ്ങൾ കണ്ടിട്ട് കൂടുതൽ പണം വേണ്ടി വന്നാൽ അത് പിന്നീട് അനുവദിക്കാവുന്നതാണ്. ഇപ്പോൾ 1060 കോടി രൂപയുണ്ട്. ഭാഗം 5 അധികാര വികേന്ദ്രീകരണം. ജനകീയ ആസൂത്രണത്തിൻ്റെ 25ാം വാർഷികത്തിൽ പുതിയ തദ്ദേശ ഭരണ സ്ഥാപന ജനപ്രതിനിധികൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഉപജീവന തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നിർണായക പങ്കുണ്ടാകും. കഴിഞ്ഞ 25 വർഷക്കാലത്തെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മുഖ്യ ദൗർബല്യം ഉൽപാദന മേഖലകളിൽ വേണ്ടത്ര തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇത് തിരുത്താൻ കഴിയുമെന്നുള്ള പാഠമാണ് സുഭിക്ഷ കേരളം പദ്ധതി നൽകുന്നത്. പ്രാദേശിക വ്യവസായ ക്ലസ്റ്ററുകൾ. ചൈനയുടെ വ്യവസായ കുതിപ്പിൽ പ്രാദേശിക സർക്കാരുകളുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന ടൗൺ ആൻഡ് കൺട്രി എൻ്റർപ്രൈസർ വഹിച്ച പങ്ക് പ്രസിദ്ധമാണ്. നമ്മുടെ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുടെ ക്ലസ്റ്ററുകൾ വളർത്തിയെടുക്കണം. ഇതിന് നിലവിലുള്ള കേന്ദ്ര സംസ്ഥാന സ്കീമുകളെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അവ സൂക്ഷ്മമായി പഠിച്ച അതത് പ്രദേശത്ത് നടപ്പാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ സ്ഥാപിക്കാം. സംരംഭകർക്ക് പലിശ സബ്സിഡി നൽകാം. ബ്ലോക്ക് ജില്ലാതലത്തിൽ മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാക്കാം. ഇത്തരത്തിൽ സ്കീമുകൾ നടപ്പാക്കുന്നതിന് അനുബന്ധമായി വരുന്ന ചെലവുകൾ പ്ലാൻ ഫണ്ടിൽ നിന്നെടുക്കാം. 1000 ജനങ്ങൾക്ക് 5 വീതമെങ്കിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. ഇതിനായി ഒരു പ്രത്യേക ഏകോപന സമിതി പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിൽ രൂപീകരിക്കും. കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ ഗ്രാമീണ നഗര ഉപജീവന മിഷനുകളിൽ നിന്ന് 225 കോടി രൂപ ഇതിനായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. റൂറൽ മിഷനിൽ നിന്ന് 50 കോടി രൂപയും നല്ല പങ്കും സംരംഭകത്വ വികസനത്തിനായി ഉപയോഗപ്പെടുത്താനാവും. വഴിയോര കച്ചവടക്കാർക്ക് ഐഡൻറ്റിറ്റി കാർഡും 10,000 രൂപ വരെ 7% പലിശയ്ക്ക് ലഭ്യമാക്കുന്ന പദ്ധതി നടപ്പാവും. നീർത്തടാസൂത്രണം. ജനകീയ ആസൂത്രണ കാലം മുതൽ പറഞ്ഞു വരുന്നതാണെങ്കിലും നീർത്തടാധിഷ്ഠിത ആസൂത്രണം ഇതുവരെ നടപ്പാക്കാനായില്ല. പ്രകൃതി ദുരന്തങ്ങൾ ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കാട്ടാക്കട തളിപ്പറമ്പ് മാതൃകയിൽ നീർത്തട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. നിലവിൽ നല്ലൊരു പങ്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വ്യത്യസ്ത ഏജൻസികൾ തയ്യാറാക്കിയ നീർത്തട വികസന റിപ്പോർട്ടുകൾ നിലവിലുണ്ട്. ഇവ ഈ ക്യാമ്പയിന് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തും, വാലിഡേറ്റ് ചെയ്യണം. കില ലാൻഡ് യൂസ് ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, മണ്ണ് ജല സംരക്ഷണ വകുപ്പ്, ജലസേന വകുപ്പ് എന്നിവയുടെ എല്ലാം ഏകോപനം ഉണ്ടാവണം. വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും നീർത്തട സ്കീമുകൾ ഭാവിയിൽ ഈ അടിസ്ഥാന രേഖയെ ആസ്പദമാക്കിയായിരിക്കും
നടപ്പാക്കേണ്ടത്. ഇതിനുതകുന്ന രീതിയിൽ എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് വേണം നീർത്തട രേഖകൾ തയ്യാറാക്കാൻ. കോവിഡ് കടന്നു വന്ന മൂലം പ്രാദേശിക ദുരന്ത നിവാരണ റിപ്പോർട്ടുകൾ പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നീർത്തട വികസന രേഖയ്ക്ക് വേണ്ടി ശേഖരിക്കുന്ന വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇവ സമഗ്രമാക്കുന്നതിന് കർമ്മസമിതിയെ നിയോഗിക്കേണ്ടതാണ്. സർ, 2021-22 ഹരിത മിഷന്റെ ലക്ഷ്യങ്ങൾ ഇവയാണ്: 10,000 കിലോമീറ്റർ തോടുകളും 100 കിലോമീറ്റർ പുഴകളും പുതുതായി വൃത്തിയാക്കി കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് സംരക്ഷിക്കും. പച്ചത്തുരുത്തുകളുടെ വിസ്തൃതി 529 ഏക്കറിൽ നിന്ന് 1000 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കും. 1000 ഹരിത സമൃദ്ധി വാർഡുകൾ സൃഷ്ടിക്കും. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ജല ഗുണനിലവാര നിർണയ ലാബുകൾ സ്ഥാപിക്കും. മാതൃകാ ബ്ലോക്കുകളിൽ ജല ബഡ്ജറ്റിന് രൂപം നൽകും. ഓരോ സ്ഥാപനത്തിനും വലിയ കുളം വീതമെങ്കിലും ഓരോ പ്രദേശത്തും ഒരു വലിയ കുളം വീതമെങ്കിലും മാതൃകാപരമായി പുനരുജ്ജീവിപ്പിക്കും. ശുചിത്വ കേരളം 2021-22 വികേന്ദ്രീകൃത ഉറവിട മാലിന്യ സംസ്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് നീങ്ങാൻ കഴിയണം. സമ്പൂർണ്ണ സാക്ഷരതൻ കൊമ്പത്തിരിക്കലും തെല്ലും അറപ്പില്ലാതെ എറിയുന്നു മാലിന്യമെമ്പാടും രാവിൻ മറവിൽ എന്ന് കണ്ണൂർ കണ്ണാടിപ്പറമ്പ് GSSലെ 8ാം ക്ലാസ്സുകാരനായ ഷിനാസ് റഷ് തെല്ലു രോഷത്തോടെ ചൂണ്ടിക്കാണിക്കുന്ന ദുശീലത്തിൽ നിന്ന് നമുക്ക് എന്നേക്കുമായി മോചനം നേടണം. ഇതുവരെ 501 ഗ്രാമപഞ്ചായത്തുകളും 55 നഗരസഭകളും ഖരമാലിന്യ സംസ്കരണത്തിൽ ശുചിത്വ മാനദണ്ഡങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ശുചിത്വ മാനദണ്ഡ പദവിയിലെത്തിക്കും. വടകര, കുന്നംകുളം, തളിപ്പറമ്പ് മാതൃകയിൽ സംരംഭകത്വ വികസന അടിസ്ഥാനത്തിൽ മാലിന്യ സംഭരണവും വേർതിരിക്കലും സംസ്കരിച്ച് വിപണനം നടത്തലുമാണ് ലക്ഷ്യം. സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടുകൂടി കേരളത്തെ സ്ലോട്ടർ വേസ്റ്റ് ഫ്രീ സംസ്ഥാനമാക്കും. 100 സെപ്റ്റേജുകൾ സ്ഥാപിക്കും. സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഗ്രീൻ ഗ്രേഡിംഗും സർട്ടിഫിക്കേഷനും കൊണ്ടുവരും. ജൈവവളം ഹരിതമിത്രം ബ്രാൻഡിൽ വിപണി ചെയ്യും. ഹരിത മിഷന് ഇതിനായി 15 കോടി രൂപ അനുവദിക്കുന്നു. 57 കോടി രൂപ ശുചിത്വ കേരളം പദ്ധതിക്ക് വകയിരുത്തുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ കേന്ദ്രമടക്കം മിഷനടക്കം 87 കോടി രൂപ കൂടി ലഭ്യമാണ്. നിലവിലുള്ള 1235 ടോയ്ലറ്റ് ബ്ലോക്കുകൾ പുനർനിർമ്മിക്കുകയോ നവീകരിക്കുകയോ ചെയ്യും. ഹരിത കർമ്മസേനകൾക്കുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് തുടർന്ന് നൽകുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാവും. ഗ്രാമീണ റോഡുകൾ വാർഡടിസ്ഥാനത്തിലുള്ള വീതം വെപ്പ് അനഭിലഷണീയമായ പ്രവണതയാണ്. റോഡടക്കം എല്ലാ മേഖലയിലേക്കുമുള്ള 5 വർഷത്തെ പദ്ധതി തയ്യാറാക്കിയാണുള്ള പരിഹാരം. മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയെടുക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ വാർഡുകളിലും വികസനമെത്തും. അതുപോലെ തന്നെ ആണ് റോഡ് മെയിൻ്റനൻസിന് റോഡ് പൊളിയാൻ കാത്തു നിൽക്കുന്ന പ്രവണതയും അവസാനിപ്പിക്കണം. റീബിൽഡ് കേരളയുടെ ഭാഗമായുള്ള 488 കോടി രൂപയുടെ മുഖ്യമന്ത്രി റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായുള്ള 1000 കോടി രൂപയുടെ റോഡ് നിർമ്മാണം 2021-22 പൂർത്തീകരിക്കും. സംസ്ഥാനത്ത് 935 ഗ്രാമപഞ്ചായത്തും 150 ബ്ലോക്ക് പഞ്ചായത്തുകളും ISO നിലവാരത്തിലേക്ക് ഉയർന്നു. 2021-22 എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ ഗവർണൻസ് സിസ്റ്റം നടപ്പാവും. സേവനങ്ങളുടെ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പരസ്യപ്പെടുത്തും. സ്കൂളുകൾ, ആശുപത്രികൾ, തൊഴിലുറപ്പ് എന്നീ 3 മേഖലകളിൽ 2021-22 സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തും. 14ാം പഞ്ചവത്സര പദ്ധതി 14ാം പഞ്ചവത്സര പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. എന്നാൽ ഇതിന് പ്രാരംഭമായി എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ തങ്ങളുടെ പ്രദേശത്തുണ്ടായ മാറ്റങ്ങളെയും വികസന നേട്ടങ്ങളെയും പരിഹരിക്കേണ്ട പരിശ്രമങ്ങളെയും കുറിച്ച് സമഗ്രമായ ഒരു അവലോകനം തയ്യാറാക്കേണ്ടതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകുന്നത്. ഏറ്റവും മികച്ച പ്രകടനവും റിപ്പോർട്ടുകളും തയ്യാറാക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പങ്കാളിത്ത പഠന പരമ്പരയ്ക്ക് രൂപം നൽകുന്നതാണ്. തലസ്ഥാന നഗര വികസനത്തിന് സംസ്ഥാന സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ കാഴ്ചപ്പാടിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്: സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് സ്കീം 2ാം ഘട്ടം 864 കോടി രൂപ, കിഫ്ബി പൊതുമരാമത്ത് പ്രവൃത്തികൾ നഗരത്തിലുള്ളവ 900 കോടി രൂപ, നെയ്യാർ അരുവിക്കര കുടിവെള്ള പദ്ധതി 635 കോടി രൂപ, സമ്പൂർണ്ണ ശുചിത്വം സീവേജ് പൂർത്തിയാക്കൽ 525 കോടി രൂപ, നഗരത്തെ വിദ്യാഭ്യാസ ആരോഗ്യ ഹബ്ബാക്കൽ 900 കോടി രൂപ,
തിരുവനന്തപുരം നഗര പൈതൃക പദ്ധതി 250 കോടി രൂപ, ആക്കുളം വേളി ടൂറിസം വികസനം 150 കോടി രൂപ, ചിത്രാഞ്ജലി ഫിലിംസ് കോംപ്ലക്സ് മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങൾ 150 കോടി രൂപ, IT ലൈഫ് സയൻസ് വീഡിയോ പാർക്കുകളുടെ വികസനം 534 കോടി രൂപ. ഇതിനു പുറമെയാണ് സർ ഞാൻ നേരത്തെ വിവരിച്ച റിംഗ് റോഡും ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റും കളിയിക്കവിള റോഡിൻ്റെ 2ാം ഘട്ടം തുടങ്ങിയവയെല്ലാം. കില 30 കോടി രൂപ വകയിരുത്തുന്നു. 25ാം വാർഷികവുമായിട്ട് ജനകീയാസൂത്രണ വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിരുന്ന സെമിനാർ അടുത്ത വർഷം ഒരിക്കലും നടക്കാം. ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി 25 പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കേരളത്തിലെ അനുഭവത്തെക്കുറിച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി 3 കോടി രൂപ വകയിരുത്തുന്നു. 6ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ സമ്മേളനത്തിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിക്കുന്നതാണ്. ഞാൻ അപ്പം അതുകൊണ്ട് അതിലെ കണക്കുകൾ ഓരോന്നിടത്ത് വായിക്കുന്നില്ല, സഭയെ തന്നെ പിന്നീട് വെക്കുന്നതാണ്. 2020-21 യാതൊരു ട്രഷറി നിയന്ത്രണങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും ഈ സർക്കാരിൻ്റെ മുൻ വർഷങ്ങളിൽ നിന്ന് പോലെ 20% ഫണ്ട് ചെലവഴിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നതിന് അനുമതിയുണ്ടാകും. എല്ലാ ജനപ്രതിനിധികളുടെയും ഹോണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിക്കുന്നു. ഭാഗം 6 കൃഷിയും അനുബന്ധ മേഖലകളും. കോവിഡ് കാലം കേരളത്തിൽ ഭക്ഷ്യസുരക്ഷയുടെ വെല്ലുവിളി വീണ്ടും ഉയർത്തി. ഇതിനോട് സംസ്ഥാനം പ്രതികരിച്ചത് സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെയാണ്. പച്ചക്കറി, നെല്ല്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴങ്ങൾ, പാല്, മുട്ട, ഇറച്ചി ഇവയുടെ ഉൽപ്പാദനത്തിൽ ഒരു കുതിപ്പ് സൃഷ്ടിക്കുന്നതിന് ജനകീയ യജ്ഞമാണ് സുഭിക്ഷ കേരളം പദ്ധതി. വിവിധ വകുപ്പുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും കാർഷിക ഏജൻസികളും ചേർന്ന് ഭക്ഷ്യോൽപാദന മേഖലയിൽ 1500 കോടി രൂപയെങ്കിലും 2021-22 മുതൽ മുടക്കും. പച്ചക്കറി, പാൽ, മുട്ട എന്നിവയിൽ സ്വയം പര്യാപ്തത നമുക്ക് 2-3 വർഷം കൊണ്ട് കൈവരിക്കാനാവും. കൊല്ലം കോയിക്കൽ ഗവൺമെൻറ് HSSലെ 9ാം ക്ലാസ്സുകാരനായ റോബിൻ റോയ് പ്രതീക്ഷിക്കുന്ന പോലെ ഇനിയും വരും വസന്തങ്ങളും ഇലകുഴിയും ശിശിരങ്ങളും ശരത്കാല വൃഷ്ടിയും പേമാരിയും തോൽക്കാതെ ഇനിയും നാം പടപുരുതും. മന്ദമാരുതൻ തൊട്ടു തലോടും നെൽപ്പാടങ്ങൾ കതിരണിയും ഒന്നിച്ചൊന്നായി മുന്നോട്ടെങ്കിൽ നാമിനിയും തിരികെ വരും. പച്ചക്കറി. രാജ്യത്ത് ആദ്യമായിട്ട് പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. എല്ലാ വീടുകളിലും പച്ചക്കറി എന്നത് യാഥാർത്ഥ്യമാക്കാവുന്ന ലക്ഷ്യമാണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നവർക്കും ചിലപ്പോൾ അധിക വിളവുണ്ടാവും. ഇതുകൂടാതെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുമുണ്ട്. ഇതിൻ്റെ സംഭരണം ഉറപ്പാക്കിയാൽ കൃഷി വലിയ തോതിൽ മെച്ചപ്പെടുത്താം. ഇതിനാണ് തറവില പ്രഖ്യാപിച്ച് കോഓപ്പ് മാർക്കറ്റുകൾ സ്ഥാപിച്ചത്. വാണിജ്യ കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ സംഭരണം VFCK ആണ്. കോഓപ്പ് മാർക്കറ്റുകളുടെ തറവില നടപ്പാക്കുന്ന നഷ്ടം നികത്തുന്നതിന് 5 ലക്ഷം രൂപ വരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചെലവഴിക്കാം. VFPCKക്ക് ഇതിനായി 20 കോടി രൂപ അനുവദിക്കുന്നു. പച്ചക്കറിയുടെയും കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും വികസനത്തിന് 80 കോടി രൂപ വകയിരുത്തുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ 400 കോടി രൂപയെങ്കിലും അടുത്ത വാർഷിക പദ്ധതിയിൽ നീക്കിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. VFPCK, നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദക സ്കീം, RKVY തുടങ്ങിയ സ്കീമുകളിൽ നിന്ന് മറ്റൊരു 75 കോടി രൂപ കൂടി പച്ചക്കറി വികസനത്തിനായി ലഭ്യമാകും. വർഷം തോറും 1 കോടി ഫലവൃക്ഷ തൈകൾ നടാനുള്ള ദശവത്സര പദ്ധതി 50,000 കോടി രൂപയുടെ അധിക വരുമാനം സംസ്ഥാനത്ത് സൃഷ്ടിക്കും. കൃഷി വകുപ്പിൻ്റെ ഏജൻസികളുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നഴ്സറികൾ വഴിയാണ് ആവശ്യമായ നടീൽ വസ്തുക്കൾ കണ്ടെത്താം. ഓരോ പഞ്ചായത്തിൽ നടന്ന ഫലവൃക്ഷങ്ങളെ സംബന്ധിച്ച് പ്ലോട്ട് അടിസ്ഥാനത്തിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യും. 22 കോടി രൂപ വകയിരുത്തുന്നു. നെൽകൃഷി വികസനത്തിന് 116 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 60 കോടി രൂപ ഹെക്ടറിന് 5500 രൂപ വീതം നെൽകൃഷിക്കാർക്ക് നൽകാനുള്ള ധനസഹായമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ 5000 രൂപ മുതൽ 10,000 രൂപ വരെ അധിക ധനസഹായം നൽകുന്നുണ്ട്. ഇതിനു പുറമെ ഹെക്ടറിന് 2000 രൂപ വീതം 40 കോടി രൂപ റോയൽറ്റിയായി നൽകുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തോതിലുള്ള സബ്സിഡി കേരളത്തിലാണ്. കേന്ദ്ര സർക്കാർ 18 രൂപയാണ് സംഭരണ വില നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഈ ബഡ്ജറ്റോടെ 28 രൂപയാണ് സംഭരണ വില. സംഭരണ വില കൃഷിക്കാർക്ക് കൃത്യമായി നൽകുന്നതിന് ചില പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മ പരിഹരിക്കുന്നതാണ്. വാണിജ്യ വിളകൾ. നാളികേര കൃഷിക്കായി 75 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുഖ്യമായും പഴയ മരങ്ങൾ വെട്ടിമാറ്റി താരതമ്യേന പൊക്കം കുറഞ്ഞ ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ള നാളികേര ഇനങ്ങൾ റീപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്.
ടിഷ്യൂ കൾച്ചർ സാങ്കേതികവിദ്യ ഇതിനായി പ്രയോജനപ്പെടുത്തും. ഇടവിള കൃഷിയും ജലസേനവും പ്രോത്സാഹിപ്പിക്കും. 4 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിലെ നാളികേരത്തിൽ നിന്നുണ്ടാവുന്ന മൊത്തം വരുമാനത്തിൻ്റെ 40% മൂല്യവർധനയിൽ നിന്നോ ഉപ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ നിന്നോ ആയിരുന്നു. എന്നാൽ ഇന്ന് 95% വരുമാനവും നാളികേരത്തിൽ നിന്ന് മാത്രമാണ്. കൃഷിക്കാരുടെ ഉടമസ്ഥതയിൽ നാളികേര മൂല്യവർദ്ധിത വ്യവസായങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് മാത്രമേ കൃഷിക്കാരുടെ വരുമാനം ഗണ്യമായി ഉയർത്താനാവൂ. ഇതിനായി സർവീസ് സഹകരണ ബാങ്കുകളുടെ ആഭിമുഖ്യത്തിൽ നേരിട്ടോ കൃഷിക്കാരുടെ ഉടമസ്ഥതയിലോ നാളികേര ക്ലസ്റ്റർ സ്ഥാപിക്കും. ഇതിനൊക്കെ പുറമെ തേങ്ങയിടുന്നതിനും സംഭരിക്കുന്നതിനുള്ള സംവിധാനത്തിന് രൂപം നൽകുന്നതിന് ക്ലസ്റ്റർ ഒന്നിന് 10 ലക്ഷം രൂപ വീതം സഹായം നൽകും. ഇതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ചകിരി മില്ലിൻ്റെ നിക്ഷേപത്തിൻ്റെ 90% കയർ വകുപ്പ് സബ്സിഡി നൽകും. വെളിച്ചെണ്ണ മില്ലിനും മറ്റും ആകർഷകമായ സഹായം വ്യവസായ വകുപ്പിൽ നിന്ന് ലഭിക്കും. താങ്ങുവിലയേക്കാൾ 2-3 രൂപ മൂല്യവർധനയിൽ നിന്ന് ബോണസായി കൃഷിക്കാർക്ക് നൽകാനാവും. സർ, നാളികേരത്തിനെന്ന പോലെ താങ്ങുവില വയനാട്ടിലെ കാപ്പി കൃഷിക്കാർക്ക് 2021-22 കൊണ്ടുവരുന്നതാണ്. വയനാട് കാപ്പി ബ്രാൻഡിൻ്റെ ഉൽപ്പാദനം അടുത്ത മാസം ആരംഭിക്കും. പ്രാരംഭഘട്ടത്തിൽ ബ്രഹ്മഗിരിയുടെ സൊസൈറ്റിയുടെ കോഫി പ്ലാന്റാണ് ഉപയോഗപ്പെടുത്തുക. ഇത് വിപുലപ്പെടുത്തുന്നതിന് 5 കോടി രൂപ ബ്രഹ്മഗിരി സൊസൈറ്റിക്ക് അടിയന്തരമായി നൽകും. ഏപ്രിൽ മാസത്തിനുള്ളിൽ വയനാട് കാപ്പിയുടെ 500 ഓഫീസ് വെൻഡിങ് മെഷീനുകളും 100 കിയോസ്കുകളും കുടുംബശ്രീ വഴി ആരംഭിക്കും. ഇതിനായി കുടുംബശ്രീക്ക് 20 കോടി രൂപ അധികമായി അനുവദിക്കുന്നു. ബ്രാൻഡഡ് കോഫി ഉൽപ്പാദനത്തിന് സംഭരിക്കുന്ന കാപ്പിക്കുരുവിന് കിലോയ്ക്ക് 90 രൂപ തറവില നിശ്ചയിക്കുന്നു. ആവശ്യമെങ്കിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് നൽകും. 21-22 കിഫ്ബി മുതൽ മുടക്കിൽ വയനാട് കോഫി പാർക്ക് സജ്ജമാകും. ഭൂരിപക്ഷം കൃഷിക്കാരുടെയും കാപ്പിക്കുരു അതോടെ തറവില അടിസ്ഥാനത്തിൽ സംഭരിക്കുന്നതിനുള്ള സംവിധാനമുണ്ടാകും. അനിയന്ത്രിതമായ ഇറക്കുമതി മൂലം അടക്ക, കുരുമുളക്, ഏലം, തേയില തുടങ്ങിയവയുടെ വലിയ അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട്. ഇവയ്ക്ക് റബ്ബറുടെ താങ്ങുവിലയുടെ മാതൃകയിൽ സംരക്ഷണം നൽകണമെന്ന് കേരളം ശക്തമായിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടേണ്ടതുണ്ട്. ബ്ലോക്കുകളിൽ ആഗ്രോ സർവീസ് സെൻ്ററുകൾ ശക്തിപ്പെടുത്തുന്നതിന് 9 കോടി രൂപ വകയിരുത്തുന്നു. കൃഷിക്കാരുടെ സേവനങ്ങളുടെ ഏകജാലകമായി കൃഷിശ്രീ പ്രവർത്തിക്കും. കാർഷിക കർമ്മസേനകൾ ഈ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക. മണ്ണിൻ്റെയും വേരിൻ്റെയും ആരോഗ്യ പരിപാലനത്തിനും വിളകളുടെ രോഗപ്രതിരോധത്തിനും 38 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക യന്ത്രവൽക്കരണത്തിന് ഇനി കൂടുതൽ പ്രാധാന്യം നൽകിയേ തീരൂ. ഇതിനും ഹോർട്ടിക്കൾച്ചർ വികസനത്തിനും വേണ്ടി കൃഷി ഉന്നതി യോജനയിൽ നിന്ന് 258 കോടി രൂപ വരെ ലഭ്യമാണ്. കൃഷി വിപണനം ശക്തിപ്പെടുത്തുന്നതിന് 30 കോടി രൂപ വകയിരുത്തുന്നു. ബ്ലോക്ക് തോറും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ആഭിമുഖ്യത്തിൽ കോൾഡ് റൂം ശൃംഖല സ്ഥാപിക്കും. കാർഷിക സംസ്കരണ വ്യവസായങ്ങളുടെ സാധ്യത മനസ്സിലാക്കി സംരംഭകത്വ വികസന സ്കീമുകളുമായി സംയോജിപ്പിക്കും. മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കായി 12 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജലസേചനം ഞാൻ പൂർണ്ണമായിട്ട് വായിക്കുന്നില്ല. കാർഷിക ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വെള്ളം അനിവാര്യമാണ്. ചെറുകിട ജലസേചനത്തിന് വേണ്ടി 168 കോടി രൂപ വകയിരുത്തുന്നു. മൈക്രോ ഇറിഗേഷൻ പദ്ധതി നബാർഡ് സഹായത്തോടെ തുടരും. ഇതിൽ 26 കോടി രൂപ ലിഫ്റ്റ് ഇറിഗേഷനും 25 കോടി രൂപ ഗ്രൗണ്ട് വാട്ടർ വികസനത്തിനുമാണ്. വൻകിട ജലസേന പദ്ധതികൾക്കായിട്ട് 40 കോടി രൂപയാണ് വകയിരുത്തുന്നത്. ഇതിനു പുറമെ കബനി, ഭവാനി, പമ്പ, കാവേരി, ചന്ദ്ര സംസ്ഥാന നദീജലവുമായി തർക്കമുള്ള ഈ പ്രദേശങ്ങളിൽ ചെറുകിട ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 49 കോടി രൂപ വകയിരുത്തുന്നു. ചമ്രവട്ടം പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഇവിടെ 4 കോടി എന്ന് എഴുതിയിരിക്കുന്നത് 30 കോടി രൂപ അധികമായിട്ട് ചെലവഴിക്കുന്നതാണ്. മൃഗപരിപാലനം, പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത വക്കെത്തിച്ച വികസന തന്ത്രം തുടരും. 385 കോടി രൂപയാണ് മൃഗപരിപാലനത്തിന് വകയിരുത്തിയിട്ടുള്ളത്. 50 കോടി രൂപ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന കന്നുകുട്ടി പരിപാലന പരിപാടിക്ക് വകയിരുത്തുന്നു. രാത്രികാലമടക്കം കൃഷിക്കാർക്ക് വെറ്റിനറി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് വാഹന സൗകര്യമടക്കമുള്ള കേന്ദ്രങ്ങൾ ബ്ലോക്കുകളിൽ സ്ഥാപിക്കും. 10 കോടി രൂപ വകയിരുത്തുന്നു. ഡയറി വകുപ്പിന് 96 കോടി രൂപ വകയിരുത്തുന്നു.
മണ്ണ് സംരക്ഷണ വകുപ്പിന് 103 കോടി രൂപ വകയിരുത്തുന്നു. ഭാഗം 7 സേവനത്തുറകൾ, മികവേറിയ സേവനത്തുറകൾ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത പൗരന്മാരുടെ അടിസ്ഥാന സേവനങ്ങൾ സർക്കാർ തന്നെ നേരിട്ട് നൽകുന്നു എന്നുള്ളതാണ്. നീണ്ട കാലത്തെ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഈ ഒരു സമ്പ്രദായം ഉരുത്തിരിഞ്ഞു വന്നത്. എന്നാൽ ഈ പൊതുസൗകര്യങ്ങളുടെ ഗുണനിലവാരം പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഈ സേവനങ്ങൾ വീണ്ടും ആധുനിക കാലത്തിന് അനുയോജ്യമായ തരത്തിൽ മികവുറ്റതാക്കി എന്നുള്ളതാണ്. സർ, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ തിരിച്ചറിയാനാവാത്ത വിധം മാറിക്കഴിഞ്ഞു. സ്കൂളുകൾ ഡിജിറ്റലായതോടെ കുട്ടികളുടെ അക്കാദമിക് മികവിലും സർഗശേഷിയിലും വിസ്മയകരമായ മാറ്റം സമൂഹത്തിനാകെ അനുഭവവേദ്യമാണ്. ആ മാറ്റത്തിനുള്ള അംഗീകാരം എന്ന നിലയിലാണ് ഈ ബഡ്ജറ്റിൽ കുട്ടികളുടെ കവിതകൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. അതുമാത്രമല്ല, ബഡ്ജറ്റ് രേഖകളുടെ കവചിത്രങ്ങളും കുട്ടികളുടെ സൃഷ്ടികളാണ്. കോവിഡ് കാലത്തെ വീട്ടുകളിൽ അവധിക്കാലം ചെലവഴിക്കുന്ന കുട്ടികളുടെ സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അക്ഷരവൃക്ഷം എന്നൊരു പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിരുന്നു. 4947 വിദ്യാലയങ്ങളിൽ നിന്നായി 56,399 സൃഷ്ടികളാണ് ഇതിലൂടെ പ്രകാശിക്കപ്പെട്ടത്. ഈ വിപുലമായ സാഹിത്യ സഞ്ചയം ചിത്രങ്ങളും ആർക്കും വായിക്കാവുന്നതും കാണാവുന്ന രൂപത്തിൽ സ്കൂൾ വിക്കിയിൽ ലഭ്യമാണ്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കവിതകളും ചിത്രങ്ങളുമാണ് ഈ ബഡ്ജറ്റിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളിൽ വന്ന ഗുണപരമായ മാറ്റത്തെ കേരളത്തിലെ രക്ഷാകർത്താക്കൾ അംഗീകരിക്കുന്നു എന്നുള്ള തെളിവാണ് പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളുടെ ഒഴുക്ക്. മുഖ്യമായും കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 85.7 ലക്ഷം ചതുരശ്ര അടി കെട്ടിടങ്ങൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. എന്നിരുന്നാലും ഈ ബഡ്ജറ്റിലും സ്കൂൾ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 120 കോടി രൂപ വകയിരുത്തുന്നു. ഈ തുക ഉപയോഗപ്പെടുത്തി പുതിയ കെട്ടിടങ്ങൾക്ക് പുതിയ ഫർണിച്ചറിന് വേണ്ടിയുള്ള സ്കീമിന് രൂപം നൽകാം. പഴയ ഫർണിച്ചർ പുതുക്കി പുനരുപയോഗിക്കണം. മുഴുവൻ സ്കൂളുകളും സൗരോർജ പാനലുകൾ സ്ഥാപിക്കാം. ലാബുകൾ നവീകരിക്കും. സ്ഥലസൗകര്യം ഒട്ടുമില്ലാത്ത സ്കൂളുകളുടെ സ്ഥലവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് സ്കീം ഉണ്ടാവും. കളിസ്ഥലങ്ങൾ മെച്ചപ്പെടുത്തും. ഇനി നാം ഊന്നേണ്ടത് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി. ഇതിനുവേണ്ടി ഒട്ടനവധി സ്കീമുകൾ ഇപ്പോൾ തന്നെ രൂപം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ പരാമർശിക്കുകയാണ്. IT അധിഷ്ഠിത അധ്യയനത്തെ ഊന്നിക്കൊണ്ട് അധ്യാപക പരിശീലനം, ജില്ലാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കേന്ദ്രം പോലുള്ള പ്രത്യേക വിഷയങ്ങൾക്കുള്ള പരിപാടികൾ, പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും മേഖലകൾക്കും വേണ്ടിയുള്ള ശ്രദ്ധ പോലുള്ള പരിപാടികൾ, ശ്രുതിപാഠം, ഇന്ത്യൻ ആംഗ്യഭാഷയിൽ പരിശീലനം, തേൻകൂട് പോലുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്കീമുകൾ, അധ്യയനത്തിൽ മികവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ, സെൽഫ് റിഫ്ലക്ഷൻ കിയോസ്കുകൾ, തിങ്ക് ആൻഡ് ലേൺ പ്രൊജക്റ്റ്, വിവിധതരം സ്കൂൾ ക്ലബ്ബുകൾ തുടങ്ങിയുള്ള പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ അഭിരുചി തിരിച്ചറിയാനുള്ള കേഡാറ്റ് ഓൺലൈൻ അഭിരുചി പരീക്ഷ, കായിക വിനോദത്തിനുള്ള പരിപാടി തുടങ്ങിയവയെല്ലാം. വിന്യസിക്കപ്പെട്ട IT സൗകര്യങ്ങളുടെ പൂർണ്ണ വിനിയോഗം ഉറപ്പുവരുത്തുന്നതിന് 30 കോടി രൂപ അനുവദിക്കുന്നു. സ്കൂൾ യൂണിഫോമിന് 105 കോടിയും ഉച്ചഭക്ഷണ വിതരണത്തിന് 526 കോടി രൂപയും വകയിരുത്തുന്നു. സാക്ഷരതാ മിഷന് 18 കോടി രൂപ വകയിരുത്തുന്നു. പ്രേരക്മാരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് പുനർവിന്യസിക്കുന്നതാണ്. അവരുടെ അലവൻസ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അധികമായി നൽകും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയ്ക്ക് 111 കോടി രൂപ വകയിരുത്തുന്നു. സർ, ക്രമേണ എല്ലാ സ്കൂളുകളിലും ഒരു കൗൺസിലറെയെങ്കിലും നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ ഹോണറേറിയം 24,000 രൂപയായിട്ട് ഉയർത്തുന്നു.